ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ ഫുൾ എഞ്ചിൻ വർക്ക് പാർട്സുകൾ ഡാമേജുള്ള പാർട്സുകൾ മാറ്റി ചെയ്യുന്ന വർക്കാണ്. റാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, അതേപോലെ തന്നെ ഗിയർ ബോക്സ്, ബെയറിങ്, ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ്, അതേപോലെ ക്യാം ചെയിൻ, അതിൻ്റെ ടെൻഷനർ ഐറ്റംസ് അതെല്ലാം മാറ്റി ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ വന്നത് യൂണിക്കോണിൻ്റെ വരുമ്പോൾ 3808 രൂപയാണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന് വരാം. സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്ക് 3284 വരുന്നുണ്ട്. പിന്നെ നമുക്കതിനകത്ത് ക്യാം ചെയിൻ്റെ പാഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാം ചെയിനൊക്കെ വരുമ്പോഴത്തേക്ക് 408 രൂപ തന്നെ. പാഡ് സെറ്റ് വരുമ്പോൾ 140 രൂപ. പിന്നെ അതിൻ്റെ ബോണ്ട്, ബെയറിങ്ങുകളുടെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. ക്ലച്ച് ഡിസ്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 999 രൂപ ക്ലച്ച് ഡിസ്കിന് മാത്രം വരുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ പ്ലേറ്റ് വരും. പ്ലേറ്റിനും വരുന്നുണ്ട് ഏകദേശം 240 രൂപ പ്ലേറ്റ് വരുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാർബറേറ്റർ, ഫ്ലോട്ട് വാൽവ്, സ്ലോ ജെറ്റ്, വാക്യൂം പിസ്റ്റണൊക്കെ വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 764 രൂപയാണ്. പിന്നെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്നായിട്ടാണ് നീഡിൽ സെറ്റ് ജെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 378 രൂപ അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു പീസാണ്. ഫ്ലോട്ട് വാൽവ് വരുമ്പോഴത്തേക്കും 176 ഫ്ലോട്ട് വാൽവ് വരുന്നുണ്ട്. പിന്നെ സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ വരും. ഗ്യാസ്കറ്റ്, എയർ ഫിൽറ്റർ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഡാമേജുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എയർ ഫിൽറ്റർ വരുമ്പോൾ 207 രൂപ. അതേപോലെ 375 രൂപയാണ് ഗ്യാസ്കറ്റ് സെറ്റൊക്കെ വന്നത് കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ ബോക്സൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. കാരണം ഞാൻ ഓൾറെഡി അത് കറക്റ്റായിട്ട് അടയാത്തത് കൊണ്ട് ആ ഭാഗത്തേടെ എഞ്ചിനിലേക്ക് വെള്ളത്തിൻ്റെ അംശം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എഞ്ചിനിൽ വന്ന എല്ലാ ബെയറിങ്ങും തന്നെ നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യണേ. കാരണം വെള്ളം കയറിയത് കൊണ്ട് തന്നെ ബെയറിങ്ങുകളുടെ ലൈഫ് കുറവായിരിക്കും. നമുക്ക് ഈ ഇത് വരുന്ന സ്റ്റാർട്ടറിൻ്റെ അവിടെ വരുന്ന ക്ലച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ആ ബെയറിങ്, നീഡിൽ ബെയറിങ് അടക്കം നമ്മൾ മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. 121 രൂപയാണ് ആ ബെയറിങ്ങിന് തന്നെ കേട്ടോ. അപ്പോൾ ഞാനത് വണ്ടി സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് 1-2 ഐറ്റംസ് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഈ രണ്ട് വാൽവ് മാറ്റി ഗൈഡൊക്കെ മാറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ലെയ്ത്തി ചെയ്തതാണ് വർക്കാണ്. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകളും നമ്മൾ ലെയ്ത്തി കൊടുത്ത് തന്നെ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റ് പഴയ തന്നെ, ബെയറിങ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. കാരണം ബെയറിങ്ങുകളാണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുള്ളൂ. പിന്നെ ഈ ക്ലച്ച് ഔട്ടറിൻ്റെ റബ്ബർ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീ പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റബ്ബർ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്. അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഭാഗത്ത് മാറ്റുന്ന പാർട്സുകൾ കേട്ടോ. അപ്പോൾ ഞാനത് വർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ബുധനാഴ്ച വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കണേ. അതിന് മുമ്പാവാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ബുധനാഴ്ച വൈകിട്ട് ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്യാവുന്ന രീതിയിലാണ് വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.